നേരത്തെ കാലത്തെ തുടരുന്നു. കലോത്സവ വിശേഷങ്ങളുമായി കേരള വിഷൻ ടീം ആശ്രാമം മൈതാനത്ത് അവിടെ തുടരുന്നുണ്ട്. സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, അപ്പീൽ കമ്മിറ്റിക്കാർ കൂമ്പടച്ചില്ലെങ്കിൽ കേരള കലാപ്രതിഭയായി വളരേണ്ട ഒരാളായിരുന്നു സൂര്യഗായത്രി. ഇപ്പോൾ അവിടുത്തെ ഈ കലാപ്രതിഭകളുടെ വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ ഒരിക്കൽ കൂടി കലോത്സവ വേദികളിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ തോന്നുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സൂര്യ കേൾക്കുന്നുണ്ടോ? സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഇപ്പോൾ എബി അവിടുത്തെ സുരക്ഷാ ഒരുക്കങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും അദ്ദേഹം തിരക്കില. സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഹെൽപ്പ് ലൈനിന്റെ അല്ലെങ്കിൽ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കഴിഞ്ഞത്. അദ്ദേഹം നമ്മളോട് അല്പസമയത്തിനകം ഇപ്പോൾ ചെറിയ തിരക്കുണ്ട്, അതിനുശേഷം വന്ന് പ്രതികരണം തരും. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ സംസാരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കാനുള്ള സാഹചര്യമാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ പതാകയൊക്കെ അവിടെ കൊണ്ടുപോയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ പതാക ഉയർത്തൽ ചടങ്ങിലേക്കാണ് ഇനി കടക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഒരു കർമ്മം, അതിന്റെ ഈ പതാക ഉയർത്തൽ നിർവഹിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ്. അപ്പോൾ അതോടുകൂടി കലോത്സവത്തിന്റെ ഒരു ആഘോഷങ്ങൾ ഔദ്യോഗികമായി തന്നെ ആരംഭിക്കുകയാണ്. അതിനുശേഷം 10 മണിക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി നിർവഹിക്കുക, ഉദ്ഘാടനം നിർവഹിക്കുക. അതിന് തൊട്ടു മുമ്പ് ആശാശരത്തിന്റെ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന ഡാൻസ് കൂടി ഈ ഒരു ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന് മോടി കൂട്ടുന്ന ഒരു പരിപാടി കൂടിയാണ്. അങ്ങനെ നേരത്തെ ലിബീഷ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ അപ്പീൽ കമ്മിറ്റി കൂമ്പടപ്പിച്ച് കളഞ്ഞ നമ്മുടെ കലാകാരി സൂര്യഗായത്രി നമ്മോടൊപ്പം ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ അതിന് മറുപടി ഒരുപക്ഷെ കേട്ട് കാണില്ലായിരിക്കും. സൂര്യഗായത്രി തന്നെ അതിന്റെ മറുപടി പറയും. അലിബീഷ് നേരത്തെ പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ കുട്ടികളൊക്കെ എല്ലാവരും ഏകദേശം എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് രാവിലെ, അതായത് നാളെയും മറ്റന്നാളും ഒക്കെ പരിപാടി മത്സരമാണെങ്കിൽ പോലും ഇന്നേ വന്ന വേദിയൊക്കെ കണ്ടുവെച്ച് അതുപോലെ തന്നെ പരിചയക്കാരെയൊക്കെ വന്നൊന്ന് കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നേരത്തെ ലിബീഷ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് മിസ്സായിപ്പോയി എനിക്ക് ശരിക്കും കലോത്സവം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജില്ലാ തലത്തിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ താഴത്തേക്ക് വിട്ടു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സംസ്ഥാന കലോത്സവത്തിൽ വന്ന് മത്സരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇതിപ്പോ ഇന്ന് വന്ന് കാണുമ്പോഴാണ് എന്ത് വലിയൊരു മഹോത്സവമാണ്, അല്ലെങ്കിൽ എന്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടമായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏകദേശം നല്ല തിരക്കൊക്കെ വന്നിട്ടുണ്ട്. രാവിലത്തെ ആ ഒരു തണുത്ത കാറ്റും നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു കാലാവസ്ഥയൊക്കെ മാറി തുടങ്ങി കൊല്ലത്തിന്റെ ഒരു ചൂടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആവേശ ചൂടും ഏകദേശം കുട്ടികളിലൊക്കെ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്. കുട്ടികളെല്ലാവരും റെഡിയാണ്. എല്ലാവരും ഭയങ്കര ആവേശത്തിലും ഉത്സാഹത്തിലും ഒക്കെ തന്നെയാണ്. എല്ലാം നേരത്തെ തന്നെ പഠിച്ച് വന്ന് ഇനിയൊരു മത്സരം കാഴ്ചവെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമാണ് കുട്ടികൾ. നേരത്തെ നമ്മൾ കണ്ട കുട്ടികളൊക്കെ തന്നെ എല്ലാവിധ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ രക്ഷകർത്താക്കളെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. കലോത്സവം അവരിലേക്കും കൂടിയാണ്, അവരുടെ ആവേശം കൂടിയാണ് രക്ഷകർത്താക്കളുടെ കൂടെ. അതായത് കുട്ടികളെ കൊണ്ടുവരുന്നു, അവരെ സ്റ്റേജിൽ അവർ മത്സരിക്കുമ്പോൾ പുറത്ത് രക്ഷകർത്താക്കളെ നമുക്ക് അവരുടെ മുഖത്തും അത്തരത്തിലുള്ള ഒരു മത്സര ആവേശമൊക്കെ കാണുവാൻ കഴിയും. തങ്ങളുടെ കുട്ടികൾ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ടോ, അവർക്കൊരു തെറ്റ് പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കി കാണുന്നുണ്ട്. നേരത്തെ നമുക്കിവിടെ ആ കുഞ്ഞ് രണ്ടുപേരും മോണോ ആക്ട് അവതരിപ്പിക്കുന്ന സമയത്ത് അവരുടെ അമ്മമാരുടെ മുഖവും കൂടി വിജയേട്ടൻ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാനിവിടെ നോക്കുന്നുണ്ടായിരുന്നു. അവർ മത്സരിക്കുന്നതല്ല, ജസ്റ്റ് അവർ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നതാണ്. പക്ഷെ അമ്മമാരുടെ മുഖത്തുണ്ടായിരുന്നു ആ കുട്ടികൾ കാണിക്കുന്ന എല്ലാത്തിന്റെയും ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന രക്ഷകർത്താക്കളുടെയും കൂടി ഒരു മത്സരമാണ്. എന്തായാലും ഒരു തിരുത്തന്നെന്നറിയാവോ, ഇത്ര നേരം സൂര്യഗായത്രി സംസാരിച്ചിട്ട് എന്റെ മൈക്ക് 2 മൈക്ക് വെച്ചിട്ടാണ്. അതിലൊരു സംഭവം, നമ്മൾ ഇന്നലെ മന്ത്രി പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കുട്ടികളുടെ ഒരു ഉത്സവമാണ്, ആഘോഷമാണ്. അതിൽ
മത്സരം മാതാപിതാക്കളുടെയും ടീച്ചർമാരുടെയും സ്കൂളുകളുടെയൊക്കെ ആകുമ്പോൾ അതിന്റെ ആ ഒരു നൈർമല്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ആശങ്ക കൂടി ഉണ്ട്. അപ്പോൾ അത് കുട്ടികളുടെ ആഘോഷമാണ്, കുട്ടികളുടെ ആഘോഷമായിട്ട് തന്നെ നിൽക്കട്ടെ. അത് അവർക്ക് അത് മാതാപിതാക്കളുടെ ഒരു മത്സരമാകാതെ ഇരിക്കുന്നിടത്തോളം കാലമാണ് അതിന്റെ ഒരു സൗന്ദര്യം ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങനെ നടക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു രസം നമുക്ക് ഏറ്റവും സന്തോഷകരമായും സന്തോഷത്തോടെയും ഒക്കെ അത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് അതിലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ മന്ത്രി പറഞ്ഞത് തന്നെയാണ് നമുക്കും പറയാനായിട്ടുള്ളത്. അത് കുട്ടികളുടെ ആഘോഷമാണ്, കുട്ടികളുടെ മാത്രമായിട്ടുള്ള ആഘോഷമായി തന്നെ നിലനിൽക്കണം. അതാണ് കൊല്ലത്ത് നമുക്ക് കാണേണ്ടത് എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ പതാക ഉയർത്തലുമായി ബന്ധപ്പെട്ട ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഉള്ളത്. അതിനുശേഷം ആശാ ശരത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നയിക്കുന്ന ഡാൻസ് ഉണ്ട്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉദ്ഘാടനം നിർവഹിക്കുക. 10 മണിക്ക് തന്നെ ഉദ്ഘാടന ചടങ്ങ് നടത്തും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടെന്നാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ സ്റ്റേജൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇന്നലെ വൈകിട്ടൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ സ്റ്റേജിന്റെ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുകയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ വരുമ്പോൾ ഏറ്റവും മനോഹരമായി തന്നെ ഇതിന്റെ ഈ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. കസേരകളൊക്കെ ഇന്നലെ ഈ നിലയ്ക്കൊന്നും ആയിരുന്നില്ല. കസേരകളൊക്കെ വളരെ നിരത്തി വളരെ മനോഹരമായി തന്നെ ഇട്ടിട്ടുണ്ട്. അതിന്റെ സ്റ്റേജിൽ അലങ്കാരപ്പണികളൊക്കെ പൂക്കളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് സ്റ്റേജ് ഉൾപ്പെടെ. ഒപ്പം പ്രത്യേകമായിട്ട് VIP-കൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, ജഡ്ജസിന് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്യാമറകൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഓരോ തരത്തിലും ഈ ഒരു മേളയെ ഏറ്റവും കുറ്റമറ്റതാക്കി തന്നെ കൊണ്ടുപോവുക. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം തരത്തിലുള്ള ക്രമീകരണങ്ങൾ വേണമോ അതെല്ലാം തന്നെ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ സംഘാടക സമിതി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആദ്യ ദിനത്തിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങിന്റെ ഈ പരിപാടികളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയൊക്കെ ഇതിലെല്ലാം തന്നെ ആളുകൾ നിറയുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും. അപ്പോൾ കൊല്ലം ഇന്നലെ വൈകുന്നേരം തന്നെ നമുക്ക് സുരക്ഷ അവിടുത്തെ പോലീസ് കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നു. ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ലിബീഷ്, ഈ പോലീസ് ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാമറകൾ പല സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ ക്യാമറ നിരീക്ഷണം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് തന്നെയാണ്. നമുക്ക് ആ കൺട്രോൾ റൂമിലെ തന്നെ വലിയൊരു സ്ക്രീൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളുടെ ഔട്ട് അത് ഈ ആശ്രമ മൈതാനം ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ക്യാമറകളുടെ ഔട്ടുകൾ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളുടെ ഔട്ട് ആ കൺട്രോൾ റൂമിൽ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു നിരീക്ഷണം എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം പോലീസുകാരെല്ലാവരും തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാവരെയും തന്നെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ഒരുപാട് പോലീസുകാർ പല സ്ഥലങ്ങളിൽ ആശ്രമ മൈതാനത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ സുരക്ഷ ഒരുക്കുന്നുണ്ട്, ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാത്ത രീതിയിൽ വരുന്ന കുട്ടികൾക്ക്, മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക്, അധ്യാപകർക്ക്, അവരുടെ കൂടെ വരുന്ന സകലമാന മനുഷ്യർക്കും ഇവിടെ ഈ വേദിയിൽ അല്ലെങ്കിൽ ഈ കലോത്സവത്തിൽ അതിന് പങ്കാളികളാകുന്ന, അതിൽ കാഴ്ചക്കാരായി തന്നെ എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ എല്ലാവർക്കും സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറ്റമറ്റ രീതിയിലുള്ള പഴുതടച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അക്കമിട്ട് അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ രീതിയിലുള്ള വിശദാംശങ്ങൾ നൽകാനായിട്ട് കമ്മീഷണർ അല്പസമയത്തിനകം തന്നെ എത്തും. അപ്പോൾ നമ്മളോട് അതിനെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തിരക്കിലാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ, അതിന്റെ ഔട്ടുകളെല്ലാം തന്നെ കൃത്യമായി ആ കൺട്രോൾ റൂമിലേക്ക് എത്തുന്നു. അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പോലീസുകാരെ അവിടെ അവർ അത് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഒപ്പം റോഡിലും ഈ ആശ്രമ മൈതാനത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പോലീസുകാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കമ്മീഷണർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. അവിടെ ഈ കലോത്സവ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പോകുന്നതിനായി വാഹന സൗകര്യമൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തുമെന്ന് ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ 9 മണിക്ക് തന്നെ ഈ പതാക ഉയർത്തൽ ചടങ്ങ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തിയായോ?
തീർച്ചയായും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 9 മണിയോട് കൂടി തന്നെ പതാക ഉയർത്തൽ നടക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പതാക നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പതാകയൊക്കെ നേരത്തെ തന്നെ കൊണ്ടേ കിട്ടിയിട്ടുണ്ട്. അത് അല്പസമയം മുമ്പാണ് 8:30 കൂടി ആണ് പതാകയൊക്കെ 8:15 കൂടിയാണ് പതാക അവിടെ കൊണ്ടുപോയി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച് ഇനിയിപ്പോൾ നേരത്തെ ആക്കുമോ പരിപാടി, 8:30 ആകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ 9 മണിക്ക് തന്നെയാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുക. അത് 9 മണിക്ക് തന്നെ നടക്കും. അതിനുശേഷം 9 മണി തൊട്ട് 10 മണി വരെയുള്ള സമയത്താണ് ഈ ഒരു കലാവിരുന്ന് ഒരുക്കുന്നത്. അതിനുശേഷമാകും ഈ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് 11:30 കൂടിയാണ് മോഹിനിയാട്ട മത്സരം ഒന്നാമത്തെ വേദിയിൽ ആരംഭിക്കുക. അത് പൂർത്തിയായതിനു ശേഷം 5 മണിയോടുകൂടി ഇവിടെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകരുള്ള മത്സരമായിട്ടുള്ള സംഘനൃത്തം ഒന്നാമത്തെ വേദിയിൽ അരങ്ങിലേക്ക് എത്തുന്നത് 5 മണിയോടുകൂടിയാണ്. ഒന്നാമത്തെ വേദിയിലാണ് ആ മത്സരം നടക്കുക. നമുക്കറിയാം ഈ ഒരു ഇത്തരത്തിലുള്ള മത്സരങ്ങളെല്ലാം തന്നെ ഒന്നാമത്തെ വേദി കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും നടക്കുന്നത്. ഈ സംഘനൃത്തം, നാടോടി നൃത്തം, ഒപ്പം തന്നെ തിരുവാതിര കളി തുടങ്ങിയ മത്സരങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇന്നിപ്പോൾ മാർഗംകളിയുണ്ട്. മാർഗംകളി മറ്റൊരു വേദിയിലാണ് നടക്കുക. അങ്ങനെ മാർഗംകളി, മോണോ ആക്ട് തുടങ്ങിയിട്ടുള്ള മത്സരങ്ങൾ കൂടി, മിമിക്രി, എഴുത്ത് മത്സരങ്ങൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള 59 മത്സര ഇനങ്ങൾ ഇന്ന് വേദികളിലേക്ക് എത്തുന്നുണ്ട്. 23 വേദികളിലാണ് ഇന്ന് മത്സരങ്ങൾ നടക്കുക. ഒപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള നമ്മുടെ കലവറയുമായി ബന്ധപ്പെട്ട്, കലവറയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരത്തോടു കൂടി ചായ, അതിനുശേഷം അത്താഴം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരണങ്ങൾ അതിൻ്റെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം പായസം കുട്ടിയുള്ള എല്ലാ ദിവസവും ഓരോ കൂട്ടം പായസമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പായസം കുട്ടിയുള്ള ഊണ് കൂടിയാണ് ഇന്നും ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം അവിടെയും നടക്കുന്നു. ഇവിടേക്ക് ആളുകളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ലിബീഷ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം വാഹനങ്ങൾ തയ്യാറാക്കിയിരുന്നു. അത് ഈ കലോത്സവ വണ്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ വാഹനങ്ങൾ തയ്യാറാക്കിയത്. പ്രത്യേകമായി ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് ഓരോ വേദികളിലേക്ക്, അത്യാവശ്യം നടന്നു പോകാനുള്ള ദൂരമല്ലല്ലോ ഓരോ വേദിയിലേക്കുള്ളത്, ഓരോ ഓഡിറ്റോറിയങ്ങളാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. ഏതായാലും കലവറയൊക്കെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. എവിയും മറ്റ് ടീം അംഗങ്ങളും ഒക്കെ അവിടെയൊക്കെ ഒന്ന് സന്ദർശിച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ശേഖരിച്ചു വരിക. ഒപ്പം വയറും മനസ്സും ഒക്കെ നിറച്ച് തിരിച്ചു വരിക. നമുക്ക് കലോത്സവ വാർത്തകളിലേക്ക് കൃത്യം 9 മണിക്ക് തിരിച്ചെത്താം. മറ്റു വാർത്തകൾ കൂടി ഒന്ന് പരിശോധിക്കാം.